ഞാൻ ജനലിൽ കൂടെ ഒന്ന് നോക്കിയായിരുന്നു. അപ്പണ്ട് അവര് കുറെ നേരമായിട്ട് വർത്താനം പറഞ്ഞ വണ്ടിയിൽ ചോറ് കൊടുക്കാൻ വന്നിട്ട് ചോറ് കൊടുക്ക ഇത്ര നേരമാ? അങ്ങോട്ട് ഇങ്ങോട്ട് എന്തൊക്കെയോ സംസാരിക്കണ ഭയങ്കര ക്ലോസ് ആയിട്ട് സംസാരിക്കണത്. എനിക്ക് തോന്നുന്നത് ഒന്നുമില്ലെന്നാ. ഒരാൾക്ക് നമ്പർ അങ്ങോട്ട് ഇങ്ങോട്ടും കൈമാറുന്നുണ്ട്. ഞാനിങ്ങനെ എത്തി നോക്കി എന്നെ കണ്ടത് വണ്ടി എടുത്ത് വേഗം വിട്ടുന്ന്. ഇതെന്ത് ഇങ്ങനെ നമ്മുടെ കുടുംബത്തിൽ ചേർന്നതാണോ അതൊക്കെ? ഞാൻ ഈ പറഞ്ഞപ്പോ ഞാനൊന്നും കാര്യമാക്കില്ല. വാച്ച് ചെയ്തപ്പോഴാണ് ഓരോ കാര്യങ്ങൾ ഇപ്പൊ മനസ്സിലായത്. എനിക്ക് ഇത്രക്കുള്ള ഒരിത് പോയില്ല. ഇപ്പോൾ എന്തൊക്കെയൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട്, കൊണ്ടുവരുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ആരാ എന്തെന്നൊന്നും അങ്ങ് ശ്രദ്ധിക്കാനേ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ശ്രദ്ധിക്കെന്ന് പറഞ്ഞത് വേറെ രീതിയിലല്ല, ഇങ്ങനത്തതല്ല. പഴയ കാമുകനാവുന്നുണ്ട്. ഇതൊന്നും ശരിയാവില്ല. ഇത് ഞാൻ ചോദിച്ചു, ആരോട് ചോദിക്കണം? അവളോട് ഞാൻ ചോദിക്കാം. അപ്പൊ നിങ്ങക്ക് എന്നെ വിളിക്കായിരുന്നില്ലേ? നിന്നെ വിളിക്കാൻ എന്നെ കണ്ടതോ വേഗം പോയി 1 മണിക്കൂറോളം സംസാരിച്ചിരുന്നു. അപ്പൊ അത്ര ഫോൺ നമ്പർ അങ്ങോട്ട് ഇങ്ങോട്ട് കൈയൊക്കെ മാറുമ്പോ നിങ്ങക്ക് എന്നെ ഒന്ന് വിളിച്ചുകൂടെ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ കൊറേ നേരം വിളിച്ചു. നീ അടുക്കളയിൽ വന്നിട്ട് എന്ത് ചെയ്തോണ്ടിരിക്കുന്നു? എന്തോരം വിളിച്ചിട്ട് ഫോൺ നമ്പർ അങ്ങോട്ട് ഇങ്ങോട്ട് മാറാനും സംസാരിക്കാൻ മാത്രം ഇത്ര ഒരു ഇത്. എന്തോ ഓർഡർ ചെയ്തു, ഭക്ഷണത്തിന്റെ അങ്ങോട്ട് കൊടുത്തു പോയി. അപ്പൊ എന്തെന്നാ നീ എന്നും നീ കാണുന്നില്ലല്ലോ അവര് സംസാരിക്കുന്നത്. ഞാനിന്ന് പെട്ടെന്ന് ആ വഴി പോയപ്പോ അത് അങ്ങനെ വിടാൻ പറ്റില്ല. അത് ആരാ എന്താന്ന് ചോദിക്കണല്ലോ. ആരാ എന്താണെന്ന് ചോദിക്കണം. ആരോട് ആർക്ക് നീ നമ്പർ കൊടുത്ത് എന്ന് ചോദിക്കണല്ലോ. എന്താ എന്റെ മോനെ അവള് ഇതാക്കാനാ? എന്തായാലും പറ്റില്ല. ഇങ്ങനെ വിട്ടാ ലാസ്റ്റ് അവരുടെ കൂടെ നീ ഓടിപ്പോവാ. അവന്റെ കൂടെ ഓടിപ്പോണു. എന്റെ മോനെ നമ്മൾ എത്തിച്ചവള് കുട്ടി കുഞ്ഞിതന്നെ ചെന്ന് ചോദിക്കും. എന്നാ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ കണ്ടപ്പോ എനിക്ക് ബോധ്യായത്. ഇതിങ്ങനെ വിട്ടാ ശരിയാവില്ല കേട്ടാ. ഇതെന്താ മേടിച്ചോണ്ടിരുന്ന നീ? ഞാന് ചോറ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല മന്തി ഓർഡർ ആക്കാന്ന്. അത് മേടിക്കാൻ പോയതാ. അല്ല, ഈ ചോറ് മേടിക്കാൻ പോയിട്ട് നേരം എന്തായി?